സ്കൂൾ തുറക്കുന്ന ദിവസം പുതിയ ബാഗും കുടയുമൊക്കെയായി തല്ലുകൂടി ഓടി നടക്കുന്ന കുട്ടിക്കൂട്ടങ്ങളെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. എന്നാൽ കണ്ണൂർ ജില്ലയിലെ രാമന്തളി ഗവൺമെന്റ് LP സ്കൂളിലെ കാഴ്ച അല്പം വ്യത്യസ്തമാണ്. ഇത്തവണ ഈ സ്കൂളിലെ 1ാം ക്ലാസ്സിലേക്ക് എത്തിയത് വെറും 2 കുരുന്നുകൾ മാത്രമാണ്. എണ്ണം 2 ഉള്ളുവെങ്കിലും വന്നത് VVIPകളാണെന്ന മട്ടിലാണ് സ്കൂൾ അധികൃതർ ഇവരെ വരവേറ്റത്. പ്രധാനാധ്യാപകൻ TP മോഹനന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ അനുശ്രീ, പ്രിയ, ശ്രുതി എന്നിവർ ചേർന്ന് ഈ കൊച്ചു കൂട്ടുകാരെ മധുരം നൽകി സ്വീകരിച്ചു. 1ാം ക്ലാസ്സിലെ അധ്യാപിക അനുശ്രീയുടെ കൈപിടിച്ച് ഒരൽപ്പം പേടിയോടെയും ഒരുപാട് കൗതുകത്തോടെയുമാണ് ആ കുരുന്നുകൾ തങ്ങളുടെ അക്ഷരമുറ്റത്തേക്ക് ആദ്യ ചുവടുവച്ചത്. ബീഹാർ സ്വദേശികളായ ധർമ്മേന്ദ്ര യാദവിന്റെയും ഇന്ദുമതി ദേവിയുടെയും മക്കളായ വിവേക് യാദവും നിഭാകുമാരിയുമാണ് ഈ 1ാം ക്ലാസ്സിലെ VIP വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ 5 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 3 പേര് അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന കുട്ടികളായിരുന്നു, 2 കുട്ടികളും മലയാളികളും. അപ്പോൾ ആ കുട്ടികൾ തന്നെ നമ്മളെ ഇടപഴകുമ്പോൾ മലയാളം പഠിച്ചു വന്നു, എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇല്ല, അവരോട് ഇടപഴകുമ്പോൾ അവർക്ക് നമ്മളെ ഭാഷയും മനസ്സിലാവുന്നുണ്ട്. ചെറുങ്ങനെ നമ്മൾ ഹിന്ദിയിലും അങ്ങോട്ട് സംസാരിക്കും. അപ്പോൾ അവർ നമ്മളോട് ഇടപെട്ട് പഠിത്തത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. വിവേക് യാദവ് small vehicle. What's the color? What is the color? You know color? Lal. Yes, lal, red. Then this color? Red. Yes. Yes. This is a bus. Blue bus. Blue bus, big bus. The bus is big. The bus is blue. Yes, red, lal, red. 1956 സ്ഥാപിതമായ നീണ്ട വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണിത്. ഒരു കാലത്ത് ഒട്ടനവധി പ്രതിഭകളെ നാടിന് സമ്മാനിച്ച വലിയൊരു ചരിത്രമുള്ള ഈ സ്കൂളിൽ ഇന്ന് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഏറെ ആശങ്കാജനകമായ ഒരു കാഴ്ചയാണ്. നിലവിൽ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള ആകെ കുട്ടികളുടെ എണ്ണം വെറും 13 പേർ മാത്രമാണ്. ഇതിൽ തന്നെ 5 കുട്ടികൾ മാത്രമാണ് മലയാളികളായിട്ടുള്ളത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ് കാര്യം. കുട്ടികളുടെ എണ്ണം കുറവാണെന്ന് കരുതി പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവിടുത്തെ അധ്യാപകർ തയ്യാറല്ല. അതിനൊരു ഉഗ്രൻ തെളിവ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിലുണ്ട്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ നിന്ന് 7 കുട്ടികളാണ് LSS പരീക്ഷ എഴുതിയത്. അതിൽ 5 കുട്ടികളും ഉന്നത വിജയം കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറി. ഗവൺമെന്റ് LP സ്കൂൾ രാമന്തളി ഹെഡ് മാസ്റ്ററാണ്. നമ്മുടെ സ്കൂളിൽ ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വന്നത് 2 ബീഹാറി കുട്ടികളാണ്. കുട്ടികളിപ്പം സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ എത്തുന്ന രക്ഷിതാവെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു. ഭാഷയുടെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. ഒരു കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ, പഠിച്ചിരുന്ന ഒരുപാട് ശിഷ്യസമ്പത്തുള്ള നമ്മുടെ രാജ്യത്തും വിദേശത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് പഠിച്ചുപോയ ആളുകളുണ്ട്. പക്ഷേ ഇന്നത്തെ സ്കൂളിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നാട്ടുകാരും പൊതുസമൂഹവും സ്കൂളിനെ പറ്റി അധികം ബേജാറാവുന്നില്ല. ഏത് സമയവും ആ സ്കൂൾ ഒരു പക്ഷേ അഡ്മിഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന കണ്ടീഷൻ ഇപ്പോൾ നിലവിലുള്ളത്. കുട്ടിക്കൂട്ടങ്ങളുടെ കുറവ് ഒരു പ്രതിസന്ധിയാണെങ്കിലും തങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ കുട്ടിക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാൻ തന്നെയാണ് ഈ അധ്യാപക കൂട്ടായ്മയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഈ അക്ഷരമുറ്റത്തേക്ക് ഓടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും നാട്ടുകാരും. എണ്ണം കുറവാണെങ്കിലും ഈ കുരുന്നുകളുടെ ചിരിയും പഠനവും കൊണ്ട് രാമന്തളി LP സ്കൂൾ ഇനിയും സജീവമായി തന്നെ മുന്നോട്ടു പോകണമെന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം.